Good morning. Morning, miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാലോ. ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ തുടങ്ങി അല്ലെ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. തേർഡ് മൊഡ്യൂളിനകത്ത് അല്ലെ, 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ല നമുക്ക്? നമ്മള് എത്തിക്കൽ ആസ്പെക്റ്റുകൾ പഠിച്ചു അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്കൽ സൈഡുകളും നമ്മൾ മനസ്സിലാക്കി, ലീഗൽ സൈഡും നമ്മൾ മനസ്സിലാക്കി അല്ലെ? ലോ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മോറൽ ഫിലോസഫി ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്, ഒരു കോഡ് ഓഫ് ബിഹേവിയർ ആണ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് ലീഗൽ സൈഡ് ആണ്. അതിനകത്ത് ലോ എന്താന്ന് പറഞ്ഞു അല്ലെ? 3 ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എത്തിക്കൽ ലീഗൽ ഇഷ്യൂസുകളൊക്കെ അറിയുന്നതിന്റെ ആവശ്യകത എന്താണ് അല്ലെ? നെസസിറ്റി, അതിന്റെ ആവശ്യകത എന്താണ്? അപ്പൊ അതിന് നമ്മൾ കുറച്ച് റീസൺസുകൾ പറഞ്ഞിരുന്നു. ചില കാരണങ്ങൾ കൊണ്ടാണ്, ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിന്റെ 7 ലേഖനം 6 അല്ലെ? 6 കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ക്രിമിനൽ ലീഗൽ കേസുകളുടെ ഒക്കെ എണ്ണം കുറയ്ക്കാനും, പിന്നെ മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ ലോയേഴ്സിന്റെ ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ലോയേഴ്സിന്റെ ആ ഒരു ഇത് കുറവായതുകൊണ്ട്, എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ഈ പറയുന്ന മെഡിക്കൽ ലീഗൽ സൈഡുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ മെഡിക്കൽ പ്രൊഫഷണലുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനും, പിന്നെന്താണ് അവർക്കെതിരെ ഉണ്ടാവുന്ന ചെറിയ ലിറ്റിഗേഷൻസ് അല്ലെ, അവർക്കെതിരെ ഉണ്ടാവുന്ന ചില പ്രോബ്ലംസിന് അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം ലീഗൽ ഈ പറയുന്ന എത്തിക്കൽ സൈഡുകളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെയും മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും പ്രതിബദ്ധതയെ കുറിച്ച് പൊതുജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും എന്താവശ്യമാണ്? ലീഗൽ ആൻഡ് എത്തിക്കൽ സൈഡുകൾ അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടത് MLC ആണ്. MLC അല്ലെ? മെഡിക്കോ ലീഗൽ കേസ്. ഷോർട്ടാക്കി പറഞ്ഞു കേട്ടോ. MLC മെഡിക്കോ ലീഗൽ കേസ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ? ചില മെഡിക്കൽ കേസുകൾക്ക് എന്താവശ്യമാണ്? നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ പോലീസിന്റെയും കോടതിയും പോലുള്ള എൻഫോഴ്സിംഗ് ഏജൻസിയുടെ അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകളെയാണ് MLC എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് കുറച്ച് എക്സാമ്പിളുകൾ കണ്ടു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. ഞാനൊന്ന് ഓൺ മ്യൂട്ട് ചെയ്യാനേ. അപ്പോ മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിൾസ് കണ്ടു. ഇനി നമ്മൾ ചെറിയൊരു എന്താ പറയാ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഡയഗ്രാം ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ആക്ടുകളാണ് പഠിക്കാനുള്ളത്, കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് ജനറൽ ആക്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ജനറൽ ആക്ടുകൾ വരുന്നുണ്ട്, പൊതുവായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ. പൊതുവായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാല് അത് ആർക്കും ബാധകമാണ്? ആശുപത്രിക്കും ബാധകമാണ്. ആശുപത്രിക്ക് മാത്രം ബാധകം എന്നല്ല ഞാൻ പറഞ്ഞത്, ആശുപത്രിക്കും ബാധകമാകുന്ന കുറെ പൊതുവായിട്ടുള്ള ആക്ടുകളുണ്ട്, ജനറൽ ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ പഠിക്കാനുണ്ട്. അതെന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളുണ്ട്. പിന്നെ മിസ്സലേനിയസ് ആക്ട്, അതായത് ഇതിലൊന്നും പെടാത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളുണ്ട്. പിന്നെ ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടിട്ടുണ്ടാവും അല്ലെ? ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് മിസ്സലേനിയസ് ആക്ട്, ഇതല്ലാതെ വരുന്ന ആക്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് തുടക്കം ഒരു 10 ആക്ടുകൾ തുടർച്ചയായിട്ട് പഠിക്കാനുണ്ട്. 10 ലോകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 10 ലോകൾ നമുക്ക് പരിചയപ്പെടാം. 10 ലോനെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത നോക്കാം. ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്.
അതായത് ഹോസ്പിറ്റലില് ബാധകമാകുന്ന നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഹോസ്പിറ്റലിനും ബാധകമായതാണ് കേട്ടോ. ജനറൽ ആക്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് മാത്രം ബാധകമായിട്ടുള്ള കുറച്ച് ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് ജനറൽ ആക്ടുകളാണ് കേട്ടോ. ജനറൽ ആക്ട് അപ്പോ ഹോസ്പിറ്റൽ പോലെയുള്ള മറ്റു പല ഓർഗനൈസേഷനും ഒരുപോലെ ബാധകമായിട്ടുള്ള ആക്ടുകളാണ് കേട്ടോ ജനറൽ ആക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആക്ട് ഇതാണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്? ഓരോ ആക്ട് പഠിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 1947 എന്താണ് വ്യാവസായിക തർക്ക നിയമം അല്ലെ? വ്യാവസായിക തർക്ക നിയമം അതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് കേട്ടോ. എന്താണ് ആ നിയമത്തിന്റെ പ്രത്യേകത? എന്താണ് ആ ആക്ടിന്റെ പ്രത്യേകതകൾ? എന്താണ് ഈ രണ്ടും? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ആക്ടുകളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഹോസ്പിറ്റൽസ് കമ്പനിക്കണം. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി എന്ന പദത്തിന് കീഴിലാണ് വരുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി പോലെ തന്നെയാണ് അല്ലെ? ഒരു ഇൻഡസ്ട്രി പോലെ തന്നെയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന പദത്തിന്, വ്യവസായം എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ കീഴിലാണ് ഏത് വാക്ക് വരുന്നത്? ഹോസ്പിറ്റല് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 50. അതായത് ഈ ഒരു ആക്ട്, അതായത് എംപ്ലോയീസുകളുടെ എണ്ണം, ജീവനക്കാരുടെ എണ്ണം 50ഓ 50ൽ കൂടുതലോ ആയിട്ടുള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും എന്ത് ബാധകമാണ്? ഈ ഒരു ആക്ട് ബാധകമാണ്. മനസ്സിലായോ പറഞ്ഞത്? ജനറൽ ആക്ട് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് ഈ ആക്ട് പ്രകാരം? എന്താണ് ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? 50ഓ 50ൽ കൂടുതലോ ജീവനക്കാരുള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും എന്ത് ബാധകമാണ്? ഈ പറയുന്ന ആക്ട് ബാധകമായിരിക്കും, അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ആ രണ്ട് പോയിന്റ്. അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ്സ്, ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി അല്ലെ? വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് അല്ലെ? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി അല്ലെ? വ്യാവസായിക സമാധാനവും അതുപോലെ തന്നെ ഐക്യവും ഉറപ്പുവരുത്തുക. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഒരുപോലെ വർക്ക് ചെയ്യുന്നൊരു ഇതാണ് വ്യവസായം. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കണം? എല്ലാവരും തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം അല്ലെ? അതുപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, അതായത് വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കുക. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തർക്കങ്ങളാണ് അല്ലെ? ഇതെന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക. അപ്പൊ ഈ രണ്ട് ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. വർഷം തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന് തന്നെ പറഞ്ഞു പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയാലും അത്രയേ ഉള്ളൂ അതിനകത്ത്. ആദ്യത്തെ ആക്ട് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, വ്യാവസായിക തർക്ക നിയമം. എന്താണ് ആ നിയമത്തിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽസ് വരുന്നത് അല്ലെ? പിന്നെ എവിടെയാണ് ഈ ആക്ട് അപ്ലിക്കബിൾ ആവുന്നത്? ജീവനക്കാരുടെ എണ്ണം 50ഓ 50ൽ കൂടുതലോ ഉള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും എന്ത് ബാധകമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ബാധകമാണ്. ഓക്കെ, അപ്പൊ ആ എണ്ണം നോട്ട് ചെയ്യണോട്ടോ, എംപ്ലോയീസിന്റെ എണ്ണം. കാര്യം ഇനിയും പല ലോകൾ വരുമ്പോൾ എംപ്ലോയിന്റെ എണ്ണം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, വ്യാവസായിക തർക്ക നിയമങ്ങളിൽ തർക്കമൊക്കെ നടക്കണമെങ്കിൽ സാധാരണ എന്നാൽ കുറച്ചധികം ആൾക്കാരുണ്ടാവുന്നതാണ് അവിടെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിക്കാം, വെറുതെ ഒന്ന് ചിന്തിക്കാം. അങ്ങനെ വരുമ്പോ 50ആണ് കേട്ടോ. 50 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഖ്യയാണ് അല്ലെ? അപ്പൊ അവർക്കിടയിൽ 50 പേര് ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ജീവനക്കാരുടെ എണ്ണം 50ഓ 50ൽ കൂടുതലാണ്. അത് ഓർക്കാം കേട്ടോ.
പിന്നെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി സെക്യൂർ ചെയ്യുക അല്ലെ, വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക, അതുപോലെ തന്നെ സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, വ്യാവസായിക തർക്കങ്ങൾ പരിഹരിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിലോട്ട് പോകാം. രണ്ടാമത്തെ ആക്ട് ഏതാണ്? മിനിമം വേജസ് ആക്ട് 1948. അതാണ് മിനിമം വേതന നിയമം കേട്ടോ. മിനിമം വേജസ് ആക്ട് 1948 കേട്ടോ. മിനിമം വേതന നിയമം 1948. അതിനകത്ത് ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. മിനിമം വേജസ് ഫിക്സ്ഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക കേട്ടോ. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുള്ളൂ. മിനിമം വേജസ് ഫിക്സ്ഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. അതായത് വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണിത്, മിനിമം വേജസ് ആക്ട്. അതായത് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ഒരു എന്താ പറയുക, തൊഴിലാളികൾക്ക് മിനിമം ഇത്ര വേതനമെങ്കിലും അവർക്ക് കൊടുത്തിരിക്കണം, അത് മസ്റ്റ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ആക്ട് ആണ് മിനിമം വേജസ് ആക്ട് 1948 കേട്ടോ. വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട നിയമം. അത്രയും ഓക്കെ, ക്ലിയർ ആണല്ലോ? മിനിമം വേജസ് ആക്ട്. ഇനി ഇത് മൂന്നാമത്തെ ആക്ട് ആണ്, പക്ഷെ ഇവിടെ അറിയാതെ പ്രിന്റിങ്ങിൽ കയറി വന്നു പോയതാണ്, ഇതിന്റെ കൂടെ കയറി വന്നതാണ്. ഇത് മൂന്നാമത്തെ ഒരു ആക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ ഒരു ആക്ട് ആണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. അത് മൂന്നാമത്തെ ഒരു ആക്ട് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ കയറി വന്നേക്കുന്നതാണ് കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 അഥവാ PF ആക്ട്. PF എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? PF ആക്ട് 1952. എന്താണ് PF? നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടല്ലോ. സാധാരണ നമുക്ക് PF എന്നൊക്കെ പറയുമ്പോൾ ഒരു റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം അല്ലെ. റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതിയായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സുരക്ഷാ എന്താ പറയാ സ്കീമായിട്ട്, ഈ പറയുന്ന ആളുകളുടെ ഒരു സുരക്ഷാ സേവിങ് സ്കീമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ, PF എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. വലിയ വലിയ സാലറി വാങ്ങുന്ന, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ആൾക്കാരെ അല്ല അവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ PF എന്ന് പറയുന്നത്. ഈ ഫണ്ട് പോകുന്നത് നേരെ ഗവൺമെന്റിലോട്ടാണ്. ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് PF എന്ത് ചെയ്യാം, പിൻവലിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അതാണ് PF. നമുക്കറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ട് PF എന്ന്. പിന്നെ ഇതിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ, വായിച്ചിട്ട് പറയാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഓക്കെ, എന്താണ് പറയുന്നത്? എംപ്ലോയർ ഈസ് നീഡഡ് to retreat from its employees at stipulated rates, donate an equal amount as employees' share, and credit the fund regularly to the government. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ട് വാക്കുകൾ ഇപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറയുകയാണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. എംപ്ലോയറും എംപ്ലോയിയും രണ്ടാണ് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയർ എംപ്ലോയർ എന്ന് പറയുമ്പോൾ തൊഴിലുടമകളാണ് കേട്ടോ. തൊഴിലുടമകളാണ് അഥവാ തൊഴിൽ ദാതാക്കളാണ് അല്ലെ, മുതലാളിമാരാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവനക്കാരാണ് അല്ലെ, തൊഴിലാളികളാണ്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്. അതായത് ജീവനക്കാരുടെ അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം അല്ലെ, ഒരു ഭാഗം ഈ പറയുന്ന PF-ലേക്ക് വീണ്ടെടുക്കുന്ന സമയത്ത്, റിട്രീവ് ചെയ്യുന്ന സമയത്ത് അതിന് തുല്യമായിട്ടുള്ള തുക തന്നെ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്? എംപ്ലോയറും PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടാവില്ല, അതോടെ പറയാം. അതായത് തൊഴിലുടമകള് തൊഴിലാളികളിൽ നിന്ന് അവരുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ഭാഗം, സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് ആണ്, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു റേറ്റില് എന്താണ് അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം PF-ലേക്ക് വീണ്ടെടുക്കുന്ന തുക PF-ലേക്ക് വീണ്ടെടുക്കും. അതേ തുക തന്നെ, അതേ ഈക്വൽ എമൗണ്ട് തന്നെ ആര് PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയറും PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയീസും എംപ്ലോയറും ഒരുപോലെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ജീവനക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലുടമകള് മുതലാളിമാരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് അല്ലെ, സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് ഒരു നിശ്ചിത നിരക്കാണ്. സാധാരണ പറയുകയാണെങ്കിൽ ഒരു 12% ഒക്കെയാണ് കേട്ടോ സാധാരണ പറയുന്നത്, 12% ഒക്കെയാണ്.
അപ്പൊ തൊഴിലാളികള് അവരുടെ ശമ്പളത്തിന്റെ ഒരു ഇത്ര പെർസെന്റേജ്, ഒരു 12% അങ്ങനെ ഒരു ഭാഗം അവര് പി എഫിലോട്ട് കൊടുക്കുമ്പോ അതേ സെയിം തുക തന്നെ, അതേ ഈക്വൽ എമൗണ്ട് തന്നെ ആരും പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ മുതലാളിമാരും പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജീവനക്കാരൻ അയാൾ ഒരു 1000 രൂപ വേതനം വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിച്ചത്. അതിന്റെ ഒരു 12% എന്ന് പറയുമ്പോൾ 120 രൂപയായിരിക്കും അല്ലെ? അപ്പൊ ആ 120 രൂപ ആ ജീവനക്കാരൻ എന്ത് ചെയ്യും? തന്റെ ശമ്പളത്തിൽ നിന്ന് പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ 120 രൂപ തന്നെ മുതലാളിമാരും അല്ലെ, എംപ്ലോയറും എന്ത് ചെയ്യുന്നുണ്ട്? ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടും ഈക്വൽ എമൗണ്ട് ആണ് രണ്ടും പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് എന്ന് വെച്ചാൽ വീണ്ടെടുക്കാം ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് അല്ലെ. എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്ന് അവരുടെ വേതനത്തിൽ നിന്നൊരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്, നിശ്ചിത നിരക്ക്, ഞാൻ പറഞ്ഞു സാധാരണ ഒരു 12% ആണ് കേട്ടോ അത്. ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റിൽ റിട്രീവ് ചെയ്യുമ്പോൾ, ശമ്പളത്തിന് വീണ്ടെടുക്കുമ്പോൾ, അതായത് പി എഫിലോട്ട് ജീവനക്കാരുടെ ശമ്പളത്തിന് വീണ്ടെടുക്കുമ്പോൾ ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ, അതേ തുകയ്ക്ക് തുല്യമായിട്ട് എംപ്ലോയറിന്റെ ഷെയർ ആയിട്ട് പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും അഥവാ ഡൊണേറ്റ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. ഈ ഫണ്ട് എവിടേക്കാണ് പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 20. കണ്ടോ? എംപ്ലോയീസിന്റെ എണ്ണം വന്നു, അതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ ആക്ടുമായിട്ട് മാറിപ്പോകരുത്. അതായത് 20 20 കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനത്തിന് എന്ത് അപ്ലിക്കബിൾ ആണ്? ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അപ്ലിക്കബിൾ ആണ്, ബാധകമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് 20 20 കൂടുതലോ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ എന്ത് ആക്ട് ഉണ്ടായിരിക്കണം? PF ആക്ട്, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അതാണ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 20. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, നോൺ കംപ്ലൈൻസ് ഈസ് പണിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ആക്ട് എന്താണ് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമായേക്കാം എന്നാണ് പറയുന്നത്. നോൺ കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ജീവനക്കാര് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതിന് തുല്യമായിട്ടുള്ള തുക ഇപ്പൊ മുതലാളിമാര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഇപ്പൊ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ആക്ടിന് എന്താണ്? ഈ ആക്ടിന് വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ. അത് നോൺ കംപ്ലൈൻസ് ആണ്. പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തിനു വരെ കാരണമായേക്കാം? ഇംപ്രിസൺമെന്റ് അല്ലെ, ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമായേക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലീഗല് പറഞ്ഞപ്പോ ലോകള് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പനിഷ്മെന്റ് ഉണ്ടാകും അല്ലെ. അത് തന്നെയാണ് കേട്ടോ. നോൺ കംപ്ലൈൻസ് അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പനിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. ക്ലിയർ ആയോ? പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് എന്താണ്? അപ്പൊ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 ആണ്. അതിൽ പറഞ്ഞ പോയിന്റിൽ ഇത്രയേ ഉള്ളൂ. അതായത് ജീവനക്കാരുടെ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്, ഒരു പ്രത്യേക നിരക്കില് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ സെയിം എമൗണ്ട് തന്നെ എംപ്ലോയർ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്? പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഫണ്ടിലേക്ക് എങ്ങോട്ടാ പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ് ഈ ഫണ്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ആവശ്യ സമയത്ത് പി എഫ് പിൻവലിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണക്കാർക്കായിട്ടുള്ള ഒരു സുരക്ഷാ സേവിങ്സ് പദ്ധതിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് 20 കൂടുതലോ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിന് ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. ഈ ആക്ട് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാകും. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 ആക്ട് കഴിഞ്ഞു കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, പിന്നെന്താ നമ്മൾ പഠിച്ചത്? മിനിമം വേജസ് ആക്ട് 1948. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഓക്കെ, അപ്പൊ ഓരോ ആക്ട് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതകളൊന്ന് മനസ്സിൽ ഇതാക്കി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. അടുത്തത് കേട്ടോ, അടുത്ത ആക്ട് ഇതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, 1965 ബോണസ് ആക്ട്. പൊതുവെ നമ്മൾ ബോണസ് അല്ലെ, ബോണസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ട്, ഒരു സാലറി ഉണ്ട്, ഫിക്സഡ് സാലറി ഉണ്ട്. അതിന് പുറമെ നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്ന ഒരു അധിക വരുമാനത്തിനെയാണ് നമ്മൾ ബോണസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറയാറില്ല അതൊക്കെ ബോണസ് ആയിട്ട് കിട്ടിയതാണ് എന്ന് പറയാറില്ലേ. എന്നതുപോലെ നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്, അപ്പൊ അതിനേക്കാൾ ഒരു കുറച്ച് രൂപ നമുക്ക് അധികമായിട്ട് കിട്ടുന്നതിനെയാണ് പൊതുവെ നമ്മൾ ബോണസ് ആയിട്ട് കിട്ടാന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വേർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. ഇതാണ് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് കിട്ടും അല്ലെ, ബോണസ് കിട്ടും അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം, ക്യാൻ ബി അപ്ലൈഡ് വേർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. അപ്പൊ വീണ്ടും അത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അതായത്
ജീവനക്കാരുടെ എണ്ണം 40 40 കൂടുതലോ ആണെങ്കിൽ ഈ പറയുന്ന പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ആ ഡിസ്പ്യൂട്ടിൽ 50 പറഞ്ഞത് കേട്ടോ. പ്രൊവിഡന്റ് ഫണ്ട് വന്നപ്പോ 20 പറഞ്ഞത്, നമ്മുടെ ബോണസ് വന്നപ്പോ 40 കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 40 40 കൂടുതലോ ജീവനക്കാരുള്ളവരോട് ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ചെയ്ത് വെക്കാം. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. എന്താണ് പറയുന്നത്? ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് അല്ലെ. ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ ഈ ഒരു നിയമത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാം, ബോണസ് ആക്ടിൽ നിന്നും എങ്ങനെയുള്ളവരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എങ്ങനെയുള്ളവരെയാണ്? ചാരിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിനെയാണ് ഈ ഒരു ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പറയുന്നത് അല്ലെ. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ കാണുന്നത്. പിന്നെ ഈ പറയുന്ന നോൺ പ്രോഫിറ്റബിൾ അല്ലെ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് നമുക്ക് എന്താണ്? ലാഭമില്ല, ഓൺലി സേവനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അവിടെ ലാഭത്തിനല്ല അവർ മുൻതൂക്കം കൊടുക്കണം. അപ്പൊ പ്രത്യേകിച്ചൊരു ലാഭം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയർ ദാറ്റ് മീൻസ് തൊഴിലുടമയ്ക്ക് ഒരു അഡീഷണൽ ഇൻകം ഒന്നും എന്തിനു കൊടുക്കാൻ പറ്റില്ല? അവരുടെ ജീവനക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ലാഭം എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവർക്കായാലും അധിക വരുമാനം എന്ന് പറയാൻ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടിയാലാണല്ലോ അവരുടെ ജീവനക്കാർക്ക് എന്തെങ്കിലും ബോണസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ലാഭത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു കാരണവശാലും ലാഭമില്ലാതെ ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ലാഭമില്ലാതെ ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അപ്പൊ നമ്മളിവിടെ ലാഭം എന്ന വാക്കല്ല ഇവിടെ കുറെ കൂടെ നല്ലത്. സർപ്ലസ് എന്ന് പറയുന്ന വാക്കാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. മിച്ചം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സർപ്ലസ്, ആ ഒരു വാക്കായിരിക്കും കുറച്ചും കൂടെ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. കാര്യം ഇവിടെ ലാഭമല്ല, മിച്ചമാണ്. സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും മിച്ചം കിട്ടുകയാണെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുള്ളൂ? ചിലപ്പോൾ അവരുടെ റിനോവേഷൻസിന്, ഇതുപോലെ തന്നെ സേവനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആ ഒരു എമൗണ്ട് അവര് ഉപയോഗിക്കുള്ളൂ. മനസ്സിലായല്ലോ? അവിടെ ലാഭം എന്ന വാക്കല്ല കൂടുതൽ നമുക്ക് സർപ്ലസ് എന്നുള്ളൊരു വാക്കാണ് കേട്ടോ. കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിനെ ഈ പറയുന്ന ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അപ്പൊ ആ ആക്ട് നമ്മുടെ കഴിയാണ്. അടുത്ത ആക്ടിലോട്ട് നമ്മൾ പോവാണ്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കേട്ടോ. 1972 എന്താണ്? ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് കേട്ടോ. ഗ്രാറ്റുവിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ്? സാധാരണ നമ്മളൊരു എന്താ പറയാ, ജോലി മതിയാക്കി ഒക്കെ പോകുന്ന സമയത്ത് അല്ലെ, ജോലി അവസാനിച്ചാൽ നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത്, അല്ലെ ചിലപ്പോൾ മരണം അല്ലെ, അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെയാണ് പൊതുവെ ഗ്രാറ്റുവിറ്റി എന്നുള്ള വാക്ക് അങ്ങനെയല്ലേ കേട്ടേക്കുന്നത്? ഗ്രാറ്റുവിറ്റി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം, വായിക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ to employees. അതൊന്ന് നോട്ട് ചെയ്യാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് at 15 days pay for every completed year of service at the time of his or her superannuation or death. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് at 15 days pay for every completed year of service at the time of his or her superannuation or death. ഒരു വ്യക്തി അല്ലെ, അദ്ദേഹം ആ ഒരു വ്യക്തിയുടെ പിരിഞ്ഞു പോകുന്ന സമയത്ത്, സൂപ്പർ ആനുവേഷൻ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു, നമ്മൾ പൊതുവെ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പാരിതോഷികം അല്ലെ, ഒരു സമ്മാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. ഒരു സൂപ്പർ ആനുവേഷൻ സമയത്ത് അല്ലെങ്കിൽ ഒരു ഡെത്തിന്റെ ആ ഒരു അനുബന്ധിച്ചൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. ഇതെങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവനക്കാര് അവര് പൂർത്തിയാക്കിയിട്ടുള്ള, ശ്രദ്ധിക്കാട്ടോ, ജീവനക്കാര് അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം എന്ന നിലയിൽ ഗ്രാറ്റുവിറ്റി കൊടുത്തിരിക്കണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറയാണ്, ജീവനക്കാര് അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം എന്തായിട്ട് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. ഒരാള് 10 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. 10 വർഷം അയാള് സർവീസ് ചെയ്തു, 10 വർഷം കഴിഞ്ഞിട്ട് അയാള് പിരിഞ്ഞു പോയെന്ന് വിചാരിക്കാം. അപ്പോ ഓരോ വർഷം 10 വർഷം ഉണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ ഒരു വർഷം, ആ ഒരു വർഷത്തില് ഒരു 15 ദിവസത്തെ വേതനം, അതുപോലെ രണ്ടാമത്തെ വർഷം വരുമ്പോ ആ രണ്ടാമത്തെ വർഷത്തിൽ ഒരു 15 ദിവസത്തെ വേതനം.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പൂർത്തിയാക്കിയുള്ള, പ്രത്യേകം പറയുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർഷമാണ് കേട്ടോ. ഇൻകംപ്ലീറ്റ് അല്ല, പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം. 15, ഒരു വർഷം എന്ന് പറയുമ്പോൾ 365 ദിവസമുണ്ട്. അതിനകത്ത് ഏതെങ്കിലും 15 ദിവസത്തെ വേതനമാണ് എന്തായിട്ട് കൊടുക്കേണ്ടത്, ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ പൂർത്തിയാക്കിയുള്ള എത്ര വർഷം ഉണ്ടോ അത്രയും വർഷത്തെ ആ ഒരു 15 ദിവസത്തെ വേതനം ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയത് എല്ലാ വർഷവും ഒരേ വേതനം തന്നെ ആവണമെന്നില്ല അല്ലെ. ഒന്നോ രണ്ടോ, ആദ്യത്തെ 2 വർഷമൊക്കെ സെയിം വേതനം ആയിരിക്കും. ചിലപ്പോൾ മൂന്നാമതൊരു വർഷം കെട്ടി കടക്കുമ്പോൾ ചിലപ്പോൾ സാലറി കൂട്ടാം, വേതനം കൂടി കൂടി വരാം അല്ലെ. ഓരോ വർഷത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമല്ലോ, അതിനനുസരിച്ച് ഈ തുകയിലും വ്യത്യാസം വരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10. അതായത് ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആവണമെങ്കിൽ 10 കേട്ടോ, 10ഓ അതിൽ കൂടുതലോ ജീവനക്കാരുള്ളിടത്ത് ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ് കേട്ടോ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ ആണ്. എംപ്ലോയീസിന്റെ ആണ് 10ഓ 10ൽ കൂടുതലോ ഉള്ള സ്ഥലങ്ങളിൽ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ ആണ്. അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ് കേട്ടോ. ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. അതായത് 5 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അവർ എലിജിബിൾ ആണ്. അതായത് കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കണം, സർവീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ 5 വർഷം സേവനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, 1 year. പറയാം സുഷിത, പറയാം കേട്ടോ, അതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. ഇനി ഒരു വർഷം മരണം സംഭവിച്ച കേസ് നമ്മൾ പറഞ്ഞല്ലോ, 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ആൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇൻ കേസ് ഇയാൾ മരണപ്പെട്ടു പോവാണ്, 5 വർഷമൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് മരണമാണ് അല്ലെ, മരിച്ചു പോവാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസിൽ ഒരു വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, കാരണം 5 വർഷത്തെ സേവനം അനുഷ്ഠിക്കാൻ അയാൾക്ക് ഐസ് ഉണ്ടായിട്ടില്ല, അയാൾ മരണപ്പെടുകയാണെങ്കിൽ ഒരു വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി മരണ കേസുകളിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാണ്, gratuity is payable to employees at 15 days of pay for every completed year of service at the time of his or her superannuation on death. അതായത് നമ്മൾ സാധാരണ പിരിഞ്ഞു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെത്തിന്റെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ ഗ്രാറ്റുവിറ്റി കൊടുക്കണേന്ന് വെച്ചാല് ആ ഒരു ജീവനക്കാരൻ പൂർത്തിയാക്കിയിട്ടുള്ള, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം എന്ന നിലയിലാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. ഒരു ജീവനക്കാരൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർഷം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ 10 വർഷം സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 വർഷം കംപ്ലീറ്റ് ആയിട്ട് അയാൾ സർവീസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു വർഷം എടുത്തു, ആ ഒരു വർഷത്തില് 15 ദിവസത്തെ വേതനം. അതുപോലെ രണ്ടാമത്തെ വർഷം എടുക്കുമ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ ഒരു 15 ദിവസത്തെ വേതനം. അങ്ങനെ അപ് ടു ഒരു 10 year അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 10 വർഷമാണ്. ആ 10 വർഷത്തില് ഓരോ വർഷത്തിലും ഒരു 15 ദിവസത്തെ വേതനമാണ് ടോട്ടൽ ചെയ്തിട്ടായിട്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. സുഷിതയ്ക്ക് ക്ലിയർ ആയ പറഞ്ഞത്, മനസ്സിലായ? ഇപ്പൊ ഓക്കെ ആയ? മനസ്സിലായ? ആള് പോയാ? ചോദിച്ചിട്ട് ആള് പോയി തോന്നുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ശരി. അതാണ് കേട്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ വർഷത്തിന് 15 ദിവസത്തെ വേതനമാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഓർക്കാട്ടോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ലോയിലോട്ട് നമ്മൾ കിടക്കണേ. ഏതെങ്കിലും മനസ്സിലാവാത്തന്നെ അപ്പൊ തന്നെ പറയാം കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. അടുത്ത ആക്ട് ആണ് 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. അപ്പൊ ഇത് മറ്റേതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. മിനിമം വേജസ് ആക്ട് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. എന്താണ് ആക്ടിന്റെ പ്രത്യേകതകള്? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് എല്ലാ വിശദാംശങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്ന വേതന പ്രസ്താവനകളാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത് തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന്, ദാറ്റ് മീൻസ് അവർക്ക് വളരെ ഫെയർ ആയിട്ടുള്ള ടൈമിന് പേയ്മെന്റ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ളൊരു എന്താ പറയാ, ആ ഒരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട്
കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ഫെയർലി പേയ്മെന്റ് ആയിരിക്കണം, അതുപോലെ ടൈംലി പേയ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരാൾ ജോലി ചെയ്യുന്നു, അവർക്ക് സമയത്തിന് സാലറി കൊടുക്കുക, സമയത്തിന് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ടൈം അല്ലാണ്ട് തോന്നിയ സമയത്ത് പറഞ്ഞ ഡേറ്റിന് കൊടുക്കാണ്ട് ഏതെങ്കിലും 2-3 ആഴ്ചകൾക്ക് ശേഷം സാലറി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ടൈംലി പേയ്മെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫെയർ പേയ്മെന്റ് ആയിരിക്കണം അല്ലെ. അവര് ചെയ്യുന്ന ജോലിക്ക് അവർക്ക് അർഹമായിട്ടുള്ള ഒരു പേയ്മെന്റ് അവർക്ക് ലഭിക്കണം. ചില സ്ഥലങ്ങൾ അങ്ങനെ കൊടുക്കൂല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആക്ട് കൊണ്ടുവന്നത് കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. ഫെയർ പേയ്മെന്റ് ടൈംലി പേയ്മെന്റ് ഉറപ്പാക്കുന്നതിലൂടെ തൊഴിലാളികളുടെ ഒരു സംരക്ഷണം അതിന് ഉറപ്പ് നൽകാനായിട്ട് കൊണ്ടുവന്ന ആക്ട് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് നോക്കി ഇമ്പോർട്ടന്റ് ആണ്. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. അതായത് മാസത്തിന് ആദ്യത്തെ ഒരു 7 ദിവസത്തിനുള്ളിലെങ്കിലും എന്ത് കൊടുത്തിരിക്കണം? വേജസ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അത് വിട്ടു പോകാൻ പാടില്ല. ഓക്കെ, മാസത്തിൽ കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? വേജസ് മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും ആളുകൾ ജീവനക്കാർക്ക് കൊടുത്തിരിക്കണം. ക്ലിയർ ആണല്ലോ. അത് ഏത് ആക്ടിലാ പറയുന്നത്? ഏത് ആക്ടിലാ പറയുന്നത്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്ത ആക്ടിലോട്ട് നമ്മൾ പോവാണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 കേട്ടോ. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അഥവാ ESI ആക്ട് കേട്ടോ, 1948. ഓക്കെ, ഈ ആക്ട് നമുക്ക് എവിടെയും പഠിക്കാനുണ്ടെന്ന് അറിയാമോ? നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട് 4th മൊഡ്യൂളിൽ കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് പോകുന്നത്. അതിനകത്തും ESI ആക്ട് പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചാലും അപ്പോഴേക്കും ഉപകാരപ്പെടും കേട്ടോ. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അഥവാ ESI ആക്ട് കേട്ടോ. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? ഓരോന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. തൊഴിലാളികൾക്ക് സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സുരക്ഷയും അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? ESI ആക്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഇത് തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയും ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയൊക്കെ കൊടുക്കുന്ന ഒരു ആക്ട് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ദ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ്. എന്താണ് എല്ലാവരും ലെഫ്റ്റ് ആയി പോകുന്നത്? ക്ലാസ് 4 ആയിട്ടാണോ? ക്ലാസ് കയറിയപ്പോ 74 പേരുണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് കുറഞ്ഞു 63 ആയിട്ടുണ്ട്. ക്ലാസ് 4 ആയിട്ടാണോ പോകുന്നത്? ആണോ? അല്ല, ഓക്കെ, ശരി ശരി. ഇരിക്കുന്നവരെന്തായാലും ഇരിക്കണം, കാരണം എന്താ പറയാ, കമ്പൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, നോക്കുക കേട്ടോ. എന്തായാലും മിസ്സാവുന്നവര് റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് നോക്കുക കേട്ടോ. പ്രൊവൈഡ്സ് financial and medical benefits to industrial employees as a precaution against sickness, maternity and employment related injury. എന്താണ് പറയുന്നത്? ഈ ഒരു ആക്ടിന്റെ പ്രത്യേകതകളാണ് കേട്ടോ ഈ പറയുന്നത്. അതായത് വ്യാവസായിക തൊഴിലാളികൾക്ക് കേട്ടോ, വ്യാവസായിക തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് അവരുടെ എന്താ പറയുക സിക്നസ്, അസുഖം, അതുപോലെ തന്നെ മെറ്റേണിറ്റി, പ്രസവം, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന വല്ല പരിക്കുകൾ അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പൊ അതിനൊക്കെ എതിരെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ എന്താ ഈ പറയുന്ന ഒരു സാമ്പത്തിക ആനുകൂല്യങ്ങളും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ ESI ആക്ട് എന്ന് പറയുന്നത്. പ്രത്യേകം ആരെയും ഉദ്ദേശിക്കുന്ന, ആരെയും ഫോക്കസ് ചെയ്യുന്നത്? വ്യാവസായിക തൊഴിലാളികൾക്കാണ് കേട്ടോ. വ്യാവസായിക തൊഴിലാളികൾക്ക് അവരുടെ അസുഖം, സിക്നസ്, അതുപോലെ തന്നെ മെറ്റേണിറ്റി, സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രസവം കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ മെറ്റേണിറ്റി, അതുപോലെ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി, ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന എന്തെങ്കിലും പരിക്കുകൾ, ചിലർക്ക് ജോലിക്കിടയിലൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ സാമ്പത്തികമായിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ ESI ആക്ട് 1948 എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബില്ല് കേട്ടോ. അതായത് മൊത്തം വേതന ബില്ലിന്റെ 4% ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. തൊഴിലുടമകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ PF പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അവിടെ ജീവനക്കാരും തൊഴിലുടമകളും ഒരുപോലെ ഈക്വൽ എമൗണ്ട് ആണ് PF എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്.
അതേസമയം ESI കുറച്ചും കൂടെ പറയാനുണ്ട്. ഇതിലുള്ളത് നമുക്കിപ്പോ പറഞ്ഞാൽ മതി. മെഡിക്കൽ ഇൻഷുറൻസ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എത്ര പെർസെന്റ് രണ്ട് കൂട്ടരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ESI ആയാലും രണ്ട് കൂട്ടരും ഒരുപോലെ ഒരുപോലെ എന്നല്ല, രണ്ട് കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കോൺട്രിബ്യൂഷന്റെ ലെവല് വ്യത്യാസമുണ്ട് കേട്ടോ. കൂടുതലും ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? തൊഴിലുടമകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം PF അങ്ങനെയല്ല, അവിടെ രണ്ട് കൂട്ടരും ഒരേ എമൗണ്ട് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ESI പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4%, പെർസെന്റേജ് ഒന്നും നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. 4% ഓഫ് ദ ടോട്ടൽ വേജസിൽ, മൊത്തം വേതന ബില്ലിന്റെ 4% എംപ്ലോയേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിലൂടെ ESIയിലോട്ട് കേട്ടോ, ജീവനക്കാർക്ക് വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ് ഇതാണ്, ESI is not applicable if the hospitals are providing complete and free treatments to employees and dependents. അതായത് ഈ പറയുന്ന എന്താ പറയുക, ഹോസ്പിറ്റലില് ജീവനക്കാർക്കും അതുപോലെ തന്നെ അവരുടെ ആശ്രിതരും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഹോസ്പിറ്റല് സമ്പൂർണവും അതുപോലെ തന്നെ സൗജന്യവുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് അപ്ലിക്കബിൾ ആവില്ല? ESI അപ്ലിക്കബിൾ ആവില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ESI എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആണെന്ന് നമ്മൾക്കറിയാം. നമ്മൾ ഓൾറെഡി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ESI എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. അതായത് മെഡിക്കൽ ആനുകൂല്യമാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പോലെയാണ് ESI എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും ഹോസ്പിറ്റലുകാര് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? ESI അപ്ലിക്കബിൾ അല്ല. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു, ശാരീരികമായിട്ട് അസുഖം വന്നു, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആ കമ്പനി തന്നെ എന്താണ് ആശുപത്രി ചെലവുകളൊക്കെ കൊടുക്കാന്ന് വിചാരിക്കുക. ചില കമ്പനികൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അവിടുത്തെ ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുൾ മെഡിക്കൽ ആനുകൂല്യം ആ കമ്പനി തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ജീവനക്കാർക്കും ആശ്രിതർക്കും ആശുപത്രി തന്നെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? പിന്നെ ഇവർക്ക് ESI എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ESI അവിടെ അപ്ലിക്കബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അതേസമയം ആ കമ്പനിയിൽ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ആശുപത്രി ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ESI എടുക്കാം. അല്ലാത്ത കേസിലെ കമ്പനി തന്നെ അവർക്ക് ആശുപത്രി ചെലവുകൾ കംപ്ലീറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ESI അവർക്ക് അപ്ലിക്കബിൾ അല്ല. മനസ്സിലായല്ലോ? ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ESI എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞ മാസവേതനം ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. പണ്ട് 15,000 രൂപ എങ്ങാണ്ടായിരുന്നു, മാസം ഇപ്പൊ 21,000 രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് മാസവേതനം 21,000 രൂപയില് കൂടാത്ത അതായത് കുറഞ്ഞ ആൾക്കാർ 21,000 അതിൽ കുറവുള്ള മാസശമ്പളമുള്ള ആളുകളില്ലേ, അവർക്ക് മാത്രമാണ് കേട്ടോ ESI ലഭിക്കുള്ളൂ. അങ്ങനെയും കൂടി ഉണ്ട്. എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യം അല്ല കേട്ടോ. മാസശമ്പളം ഇപ്പൊ 21,000 രൂപ ആക്കിയിട്ടുണ്ട്. 21,000 അതിൽ കുറവോ ഉള്ള ആളുകൾക്ക് മാത്രമേ ESI കിട്ടുള്ളൂ കേട്ടോ. അതിന് മുകളിൽ മന്ത്ലി സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? ESI അപ്ലിക്കബിൾ അല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ നാലാമത്തെ പോയിന്റിലാണ്, അഞ്ചാമത്തെ പോയിന്റിലാണ്, ഇറ്റ് ഇസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് കേട്ടോ. ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു, ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ടാണ് അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്ന് പറയുന്നത് കേട്ടോ. ഒരു ആരോഗ്യ സുരക്ഷ എന്താ പറയുക സ്കീമാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറയുന്നത്. പോയിന്റ് കിട്ടിയോ നിങ്ങൾക്ക്? PSI ആക്ട് 1948 ആണ് നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷയും സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ESI ആക്ട് 1948 എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികളെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. വ്യാവസായിക തൊഴിലാളികൾക്ക് അവരുടെ അസുഖം, അതുപോലെ പ്രസവം, പിന്നെ തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന പരിക്കുകള് എന്നിവയ്ക്കുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ സാമ്പത്തികമായിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് ESI ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം എംപ്ലോയർ, തൊഴിലുടമകള് മൊത്തം വേതന ബില്ലിന്റെ 4% ESIയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ജീവനക്കാർക്ക് അവരുടെ ആശ്രിതർക്കും ഹോസ്പിറ്റലുകൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? ESI അപ്ലിക്കബിൾ അല്ല. ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് ESI ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ആക്ട് കേട്ടോ. അടുത്തത് പൂർണ്ണമായിട്ടും നമുക്ക് എന്താണ്? മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ്. ഏതാണത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് ഈ ആക്ടിന്റെ പ്രത്യേകതകൾ?
It lays down the code of ethics for medical practitioners and controls the medical education. അതായത് ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുകയും, കോഡ് എത്തിക്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാര്, നഴ്സുമാര് അങ്ങനെയുള്ള ആളുകളാണ് കേട്ടോ. ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കായിട്ട് കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുകയും മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ, നിയന്ത്രിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. വേറൊരു തരത്തിൽ പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസില് രൂപീകൃതമാവാൻ കാരണമായിട്ടുള്ള നിയമം കൂടിയാണ് കേട്ടോ ഈ പറയുന്ന കൗൺസിൽ ആക്ട് 1930. മനസ്സിലായല്ലോ? ആദ്യത്തെ പോയിന്റ് അതാണ് കേട്ടോ. മെഡിക്കൽ പ്രാക്ടീഷണർക്കായിട്ട് കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുകയും മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണിത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹാവ് ദ സെയിം ഫംഗ്ഷൻ ഇൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. അതായത് ഇപ്പൊ ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നാഷണൽ ലെവലിലുള്ള ഒരു ആക്ട് ആണല്ലോ. അപ്പൊ ഈ ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളിലും എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു നാഷണൽ ലെവലിൽ കൊണ്ടുവന്ന് നാഷണൽ ആണ് അല്ലെ, ഇന്ത്യൻ മെഡിക്കൽ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം അതത് ഇന്ത്യയിലെ അതത് സംസ്ഥാനങ്ങളിലും എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ് കൗൺസിൽ, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. ഓക്കെ, അവർക്കും എന്ത് തന്നെ ഏത് ഫംഗ്ഷൻ തന്നെയാണ്? ഇതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് അത് ചെയ്യുന്നത്. സെയിം ഫംഗ്ഷൻ ദാറ്റ് മീൻസ് ഈ പറയുന്ന അതത് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ പ്രാക്ടീഷണർമാരെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ അതത് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് പ്രകാരം സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളും രൂപീകൃതമായിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. IMC എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് കേട്ടോ. IMCയുടെ ഫുൾ ഫോം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. ഈ കൗൺസിൽ രൂപീകൃതമാവാൻ കാരണമായിട്ടുള്ള ഈ ആക്ട് ആണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽ, എന്താണ് ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്? മെഡിക്കൽ കോളേജ് കേട്ടോ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അല്ലേ, അവിടെ ഡോക്ടർമാരാവാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു ടീച്ചിങ് ഹോസ്പിറ്റൽ ആണ്. അപ്പൊ ഇത്തരത്തില് മെഡിക്കൽ കോളേജ് പോലെയുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ ഒക്കെ അംഗീകാരം അല്ലെ, റെക്കഗ്നീഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് അതത് ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കാനും മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമാവാൻ കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളില് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. അത് ചെയ്യുന്നതും ഇതേപോലത്തെ നാഷണൽ ലെവലുള്ള സെയിം ഫംഗ്ഷൻ തന്നെയാണ് അതത് സ്റ്റേറ്റുകളിലും ചെയ്യുന്നത്. പിന്നെ ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ ആ ഒരു അംഗീകാരം കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ്. ചെറിയ പോയിന്റുകളാണ്, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അടുത്തത് നോക്കിയേ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 ട്ടോ. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നഴ്സുമാരുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ്. അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദ റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. അതായത് ഈ നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ആവശ്യകതകളും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. മനസ്സിലായോ? അതായത് നമ്മുടെ നഴ്സുമാരുടെ രജിസ്ട്രേഷൻ, അവരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ, അതുപോലെ ആവശ്യകതകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മീൻസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് കേട്ടോ. അടുത്തത് ഏതാണ്? ഫാർമസി ആക്ട് കേട്ടോ. ഫാർമസി ആക്ട് 1948. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഫാർമസി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ദ ഫാർമസിസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫാർമസികളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ, ഫാർമസികളുടെ, അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോറുകൾ അല്ലെ, മെഡിക്കൽ സ്റ്റോറുകളുടെ ഒക്കെ സ്ഥാപനവും, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് പ്രൊഫഷൻ അല്ലെ, ഫാർമസിസ്റ്റുകൾ ഫാർമസി പഠിച്ചതാണ് അല്ലെ കഴിഞ്ഞ മൊഡ്യൂളില്. ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഫാർമസി ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. അതായത്
ഈ പറയുന്ന മരുന്നുകള്, ഈ പറയുന്ന കൗണ്ടറുകളിലുടനീളം മരുന്നുകള് വിൽക്കണമെങ്കിൽ, സെല്ല് ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിന് എന്തുണ്ടായിരിക്കണം? ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന് ഫാർമസി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം? അവർക്ക് ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന കൗണ്ടറുകൾ വഴിയായിട്ട് മരുന്നുകൾ സെല്ല് ചെയ്യാനായിട്ട്, അതായത് വിൽപ്പന ചെയ്യാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അക്രോസ് ദ കൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഈ പറയുന്ന പേഷ്യൻസിന് മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് കിട്ടണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡ്രഗ് ലൈസൻസ് നിർബന്ധമാണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. The hospital has to attain a drug license if it sells the drugs across the counter. Okay. അടുത്ത പോയിന്റ് എന്താണ്? Only registered pharmacist can distribute the drugs. കേട്ടോ. എന്താണ്? രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാല് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു ആക്ടിനകത്ത് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഫാർമസി ആക്ട് 1948. ഇത്രയുമാണ് വർഷങ്ങൾ വരുന്നത്. ഇനി ഒരു ആക്ട് കൂടെ നമുക്ക് പറയാം. അതിന് വർഷം ഒന്നും പറയുന്നില്ല. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ആക്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ദ ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അതായത് ജനനം മരണം ഒക്കെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിനുള്ള ആക്ടുകളാണ് കേട്ടോ അത്. അതായത് ജനനമായാലും മരണമായാലും അത് അറിയിക്കണം അല്ലെ. ജനനം രജിസ്റ്റർ ചെയ്യണം, മരണം രജിസ്റ്റർ ചെയ്യണം, വിവാഹവും രജിസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ ഇത്തരത്തില് ഈ ബർത്ത് ഡെത്ത് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ജനനം മരണം ഒക്കെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഫോർമുലേറ്റ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ്. പിന്നെ മാരേജ് രജിസ്ട്രേഷൻ ആക്ട് നിങ്ങൾക്ക് അറിയാമോ? മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. പിന്നെ മാത്രമല്ല ദേ ഷുഡ് ബി നോട്ടിഫൈഡ്. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് എന്തില്ല? നിയമസാധുതയില്ല. ഓക്കെ, അടുത്തത് നോക്കൂ. ദേ ഷുഡ് ബി നോട്ടിഫൈഡ് ഇമീഡിയറ്റ്ലി ടു ദ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി ആൻഡ് രജിസ്ട്രാർസ് ഓഫീസ്. അതായത് ജനനമായാലും മരണമായാലും വിവാഹമായി കഴിഞ്ഞാലും അത് ഉടൻ തന്നെ ആരെ അറിയിച്ചിരിക്കണം? പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രാർ ഓഫീസറിനെയൊക്കെ ഉടനടി തന്നെ അറിയിച്ചിരിക്കണം. ഓക്കെ, ദേ ഷുഡ് ബി നോട്ടിഫൈഡ് ഇമീഡിയറ്റ്ലി ടു ദ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി ഓർ രജിസ്ട്രാർസ് ഓഫീസ്. രജിസ്ട്രാർ ഓഫീസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക മുനിസിപ്പൽ അധികാരിയെയോ ഈ പറയുന്ന കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. ഉടൻ തന്നെ ജനനം നടന്നാലും മരണം നടന്നാലും വിവാഹം നടന്നാലും ഉടൻ തന്നെ എന്ത് ചെയ്തിരിക്കണം? അറിയിച്ചിരിക്കണം. ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കണം. ഇത്രയാണ് നമുക്ക് 10 ആക്ടുകൾ വരുന്നത്. ഈ 10 ആക്ടുകളും ഇപ്പൊ നമ്മൾ പഠിച്ച ആക്ടുകൾ ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, മിനിമം വേജസ് ആക്ട് 1948, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, then 1948 എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ദാറ്റ് മീൻസ് ESI ആക്ട്, 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, 47 തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, 1948 ഫാർമസി ആക്ട്. 10 ആക്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇത് പഠിക്കണം അല്ലെ. ഇത് പഠിക്കുന്ന ഒരു കണക്കാണ് അല്ലെ. എന്തെങ്കിലും ഞാൻ ഓരോ വർഷം നമ്മൾ ഓർത്തിരുന്ന് പഠിക്കണം. അപ്പോ പഠിക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിന്റെ ഒരു ഓർഡറിൽ ഒന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ഓർഡറിൽ പറയാം. വർഷങ്ങൾ 10 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 10 വർഷത്തിന്റെ ഓർഡറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പറയുന്നത് ഒരു ഹിമാലയൻ ബ്ലെൻഡർ എന്നൊക്കെ ഞാൻ പറയുകയാണ്. അതായത് വലിയൊരു മണ്ടത്തരമായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടണമെങ്കിൽ പെടത്തേന്ന് വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടാൽ മതി. അല്ലാണ്ട് മിസ് അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു വിചാരിക്കരുത്. ഓക്കെ, ക്ലിയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊന്ന് മനസ്സിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ പഠിക്കാൻ എളുപ്പം. ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് 10 ലോ നമ്മൾ പഠിച്ചല്ലോ, 10 വർഷവും പഠിച്ചു. അപ്പൊ ഇതിന്റെ ഓർഡറിൽ ഞാൻ പറയാം. അതായത് ഏറ്റവും തുടക്കമുള്ള വർഷം തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷം വരെ പറയാം. ഓക്കെ, 1933 അവിടെയാണ് നമ്മൾ ആദ്യത്തെ വർഷം പഠിക്കുന്നത്. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, അതാണ് ഞാൻ പറഞ്ഞത്. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണ്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1947 1947 2 പ്രധാനപ്പെട്ട ലോകൾ പഠിക്കുന്നുണ്ട് അതേ വർഷം തന്നെ. ഏതൊക്കെയാണ്?
ഒന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും. ഓക്കെ, കേൾക്കാണ്ട. അത് കഴിഞ്ഞിട്ട് 1948 1948 3 ലോകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഫാർമസി ആക്ട്, പിന്നെ മിനിമം വേജസ് ആക്ട്, ESI ആക്ട്. ഓക്കെ, പിന്നെ ഇടയ്ക്കായിട്ട് വന്നത് 1952 ഒരു PF ആക്ട് ഉണ്ട്, 65 ഒരു ബോണസ് ആക്ട് ഉണ്ട്, 72 ഒരു ഗ്രാറ്റുവിറ്റി ആക്ട് ഉണ്ട്. ടോട്ടൽ ആയാലും 10 ആക്ടുകളായി. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, മണ്ടത്തരമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടുകളയാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അപ്പൊ വെറുതെ ഒന്ന് ചിന്തിക്കാം. 1933 എന്ത് സ്റ്റാർട്ട് ചെയ്യണം? മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ഇന്ത്യയിൽ. ചുമ്മാ ചിന്തിക്കാമല്ലോ, ഇന്ത്യയിൽ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, മെഡിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. വെറുതെ പറയുന്നതാണ്, ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. 1933 അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരു മെഡിസിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അന്ന് ചേരാൻ പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്തു? കാരണം പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്, പൈസ ഇല്ലാതെ അത് ചേരാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് ചേർന്നത്? 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചേർന്നത്. 1936 ഈ ഒരു മെഡിസിൻ കോഴ്സിന് ചേരാനുള്ള ആ ഒരു പേയ്മെന്റ് ചെയ്യാണ് നമ്മള്. ഓക്കെ, പേയ്മെന്റ് കൊടുക്കാണ്. വെറുതെ ഒന്ന് ചിന്തിക്കാം. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ആ ഇന്ത്യനും മെഡിക്കലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. അപ്പൊ മെഡിസിൻ കോഴ്സ് ചേർന്നു, അന്ന് ചേരാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴാണ് ചേർന്നത്? 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ചേർന്നത്. 36 ചേർന്നത്. ഓക്കെ, അപ്പൊ 36 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, മെഡിസിന് ചേരാനുള്ള പേയ്മെന്റ് കൊടുത്തു, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, മാറ്റി വയ്ക്കാം. അങ്ങനെ ഒന്ന് ചിന്തിക്കാം. അപ്പൊ 1933 മെഡിസിൻ ചേർന്നപ്പോ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, അന്ന് ചേർന്നില്ല. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് പേയ്മെന്റ് ഒക്കെ ശരിയായത്. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, മെഡിസിന് ചേരാനുള്ള പേയ്മെന്റ് കൊടുത്തു. ഓക്കെ, അവിടെ കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 19 വരുന്ന വർഷം 1947. ഒരു കാര്യം നമുക്കറിയാം, 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആണല്ലോ. അന്ന് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര സംഘർഷമായിരുന്നു, ഒരുപാട് കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് 1947 നമ്മുടെ നഴ്സുമാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ്. എന്തുണ്ടായി? നഴ്സുമാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. എല്ലാവരും തമ്മിൽ ഭയങ്കര കലുഷിതമാണ്, സംഘർഷവും തർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇന്ത്യയാണ്. ആ സമയത്ത് നഴ്സുമാരുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഓർക്കാം, ഡിസ്പ്യൂട്ടിന്റെ അർത്ഥം തർക്കം എന്നാണ്. നഴ്സുമാരുടെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, നഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. അവർ തമ്മിൽ എന്തുണ്ടായെന്ന് ഞാൻ പറഞ്ഞേ? തർക്കം ഉണ്ടായി. അപ്പൊ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, ഡിസ്പ്യൂട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കിട്ടിയോ? അപ്പൊ 1947 എന്താണ്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, നഴ്സുമാരുടെ ഇടയിൽ തർക്കം ഉണ്ടായി. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ആ വർഷം മൊത്തം തർക്കിച്ചു തീർന്നു. പക്ഷെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് തർക്കിക്കുന്നുണ്ടാവാം എന്ന് ചിന്തിക്കാം. അപ്പൊ എന്നിട്ട് ആ തർക്കത്തിനൊരു പരിഹാരം എന്നോണം പിറ്റത്തെ വർഷം 1948 കേട്ടോ, 1948 പിറ്റത്തെ വർഷത്തില് അവർക്കൊരു പരിഹാരം എന്നോണം 3 കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാണ്. ഒരു പക്ഷെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ തർക്കിച്ചേന്ന് അങ്ങ് വിചാരിച്ചോ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തു? 1948 ഫാർമസി ആക്ട്, അതായത് അവർക്ക് സൗജന്യമായിട്ട് മരുന്ന് വിതരണം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അങ്ങ് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ മരുന്ന് എന്ന് പറയുമ്പോൾ ഫാർമസി ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഫാർമസി ആക്ട് 1948. പിന്നെ എന്താണ്? അവർക്ക് ഒരു മിനിമം വേതനമെങ്കിലും കൊടുക്കാം. ശരി, ഒന്ന് തർക്കിക്കണം, ഒരു മിനിമം വേതനം തരാം, അങ്ങനെ പറയാണ്. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948. പിന്നെ പറയാണ് ഇപ്പൊ ഒരു ഇൻഷുറൻസും കൂടെ അങ്ങോട്ട് അനുവദിച്ചു തരാം. ഓക്കെ, പോലെ എന്ന് ചോദിക്കാണ്. അപ്പൊ എന്താണ്? ESI ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഈ 3 കാര്യങ്ങൾ നടന്നത് ഒരേ വർഷം 1948. ഓക്കെ, ക്ലിയർ ആയോ? 1948 ഇവര് തർക്കിച്ചു. 1947 നഴ്സുമാരുടെ ഡിസ്പ്യൂട്ട് ഉണ്ടായി. അതിനകത്ത് 2 ലോകം വരെ പോയിട്ടോ. 1948 അവരുടെ തർക്കങ്ങൾക്ക് ഒരു പരിഹാരം എന്നാണ് അവരോട് പറയാണ്. നിങ്ങൾക്ക് ഫാർമസിയിൽ മരുന്ന് വിതരണം ചെയ്യാനുള്ള അനുവാദം തരാം, അതുപോലെ നിങ്ങൾക്ക് എന്താ മിനിമം വേജസും തരാം, നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് ആ തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുകയാണ്. അപ്പൊ 1948 എന്തൊക്കെ ആക്ട് ഉണ്ട്? ഫാർമസി ആക്ട്, പിന്നെ ഏതാ ഞാൻ പറഞ്ഞത്? ഏതായിരുന്നു? മിനിമം വേജസ് ആക്ട്, പിന്നെ ഏതായിരുന്നു? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. കിട്ടിയ? ഓക്കെ, അത്രയും വരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് 1952 PF ആക്ട്, അങ്ങനെ തന്നെ പഠിക്കാം.
PF ഒക്കെ സാധാരണ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു അത്യാവശ്യം സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആൾക്കാർക്കൊക്കെ ഒരു 56 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും റിട്ടയർ അല്ലെ, റിട്ടയർമെന്റ് തുകയൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ആ സമയത്താണ് കൂടുതൽ ആവശ്യങ്ങൾ വരുമ്പോൾ മകളുടെ കല്യാണം, മകളുടെ കല്യാണം ഒക്കെ വരുമ്പോൾ സാധാരണ PF അപ്പോഴാണ് എടുക്കുക അല്ലെ. PF-ലൂടെ PF എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയമാണ് വിചാരിക്കാം. അപ്പൊ 52-ല് PF എടുത്തു എന്ന് വിചാരിക്കാം. 65-ല് എന്ത് ചെയ്യാണ്, കുറച്ച് ബോണസും കിട്ടി. 65-ക്ക് ആകുമ്പോഴേക്കും വയസ്സായിട്ടോ. 65-ല് ബോണസും കൊടുത്തു. 72 ആയി കഴിഞ്ഞപ്പോ ഏകദേശം വയസ്സായ ആ സമയത്ത് ഗ്രാറ്റുവിറ്റിയും കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 1952-ല് എന്താണ് എന്തായിരുന്നു പറഞ്ഞത്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF ആക്ട്. 65-ല് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 72 എന്ന് പറയുമ്പോൾ അവസാനം എന്ന് വെച്ചാൽ മരിക്കാറായി എന്നല്ല പറഞ്ഞത്, ഏകദേശം അവസാനമായി. ആ സമയത്ത് ഗ്രാറ്റുവിറ്റി അങ്ങ് കൊടുക്കാണ്. അപ്പൊ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഒക്കെ ഇതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഒരു 10 ലോകങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കഥ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1930 ചെറുപ്പകാലം തൊട്ട് വയസ്സാം കാലം വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. 1933-ല് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. 36-ല് ഏതായിരുന്നു? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. 47-ല് ഇന്ത്യയിൽ സംഘർഷം നടക്കുന്നു, നഴ്സുമാരുടെ ഒരു ഡിസ്പ്യൂട്ട് നടന്നു. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അവർക്ക് അവരുടെ തർക്കങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം പിറ്റത്തെ വർഷം 1948-ല് അവർക്ക് കുറെ കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാണ്. മരുന്ന് വിതരണം ചെയ്യാനുള്ള അനുവാദം കൊടുക്കാണ്. ഫാർമസി ആക്ട്. പിന്നെന്താ ഞാൻ പറഞ്ഞത്? മിനിമം വേതനം കൊടുക്കാം അല്ലെ, പേയ്മെന്റ് ഓഫ് മിനിമം വേജസ് ആക്ട്. പിന്നെ എന്തും കൊടുക്കാന്ന് പറഞ്ഞു? ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാന്ന് പറഞ്ഞു. അതായത് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പറയാം. 1948. 52 വയസ്സില് PF എടുത്തു. 65 വയസ്സിൽ കുറച്ച് ബോണസും കിട്ടി. 72 വയസ്സില് ഗ്രാറ്റുവിറ്റിയും കിട്ടി. ഓർക്കണം കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞത് വെറുതെ തമാശയിൽ എടുത്താൽ മതിയിട്ടാ. മിസ് അങ്ങനെയൊക്കെ പറഞ്ഞൊന്നും വിചാരിക്കരുത്. പഠിക്കാനായിട്ട് എന്തെങ്കിലും എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ലോ ഓഫ് ടോട്ട്സ് ആണ്. ഓക്കെ, ലോ ഓഫ് ടോട്ട്സ്. ഇതാണ് ടോട്ട്സ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് പറഞ്ഞു വെക്കാം നമുക്ക്. ടോട്ട്സ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നുമില്ല, മറ്റൊരാൾക്ക്, അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി മൂലം ഉണ്ടാകുന്ന തെറ്റുകൾ, അതായത് ഒരു വ്യക്തിക്ക് വേറൊരാൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ചെയ്യുന്ന സിവിൽ തെറ്റുകള് അല്ലെങ്കിൽ പരിക്കുകള്, പിന്നെന്താ പറയാ, നാശനഷ്ടങ്ങള് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനം, സിവിൽ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലോ ഓഫ് ടോട്ട്സ് എന്ന് പറയുന്നത്. ടോട്ട്സ് നിയമം എന്ന് പറയുന്നത്. എന്നോട് പറയാം, മറ്റൊരാൾക്കോ, അതായത് മറ്റൊരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ദാറ്റ് മീൻസ് അവരുടെ സ്വത്തിനാവാം, ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾക്കാവാം ഈ പറയുന്ന നഷ്ടമോ അല്ലെങ്കിൽ എന്താ പറയാ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തികളുടെയും അതുപോലെ ഒഴിവാക്കലുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു എന്താ പറയാ ശാഖയാണ് ടോട്ട്സ് നിയമം എന്ന് പറയുന്നത്. ഒരാള് മൂലം വേറൊരാൾക്ക് എന്ത് വരെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം, അവര് മൂലം എന്താ വെച്ചാൽ മറ്റൊരാൾക്ക് അവരുടെ സ്വത്തിന് നഷ്ടം വരിക, അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലെ അതൊക്കെ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിന്റെ ഒരു അടിസ്ഥാന മേഖലയാണ് ടോട്ട്സ് നിയമം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കാം. പിന്നെ ഈ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആയതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതില് ജീവനക്കാരുടെ എണ്ണം കേട്ടോ, അത് നോക്കി വെക്കണേ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ മിനിമം വേജസ് ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, PF എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എംപ്ലോയീസിന്റെ എണ്ണം പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ തർക്കം ഉണ്ടാകുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടാവും, ചിന്തിക്കാം. 50 പേര് കേട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞത് പിന്നെ ഏതായിരുന്നു, പ്രൊവിഡന്റ് അല്ലെ, PF ആക്ട് ആകുമ്പോൾ 20 കേട്ടോ. 20 PF നമ്മൾ പറഞ്ഞത്. ബോണസ് പറഞ്ഞപ്പോ 40 പറഞ്ഞത്. 40 പറഞ്ഞത്. ഗ്രാറ്റുവിറ്റി പറഞ്ഞപ്പോ 10 കേട്ടോ എംപ്ലോയീസിന് പറഞ്ഞത്. പിന്നെ ESI ആക്ടിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തിനുള്ള ആക്ട് ആണ്, എത്ര രൂപയാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.